അയ്യോ, എന്റെ അഖില ഇതുവരെ ഇതൊന്നും കഴിഞ്ഞില്ലേ? ഓ, ഇങ്ങനെയാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ ഇന്നുകൊണ്ടൊന്നും അത് തീരില്ലല്ലോ. ഇപ്പൊ തീരും ചേച്ചി. ഇത് തീർത്തിട്ട് വേണം അടുത്ത കർട്ടൻ ഒന്ന് അലക്കാനിടാൻ. എല്ലാം മൊത്തം മുഷിഞ്ഞിരിക്കുക. അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് അലക്കണോ? പിന്നെ ആരിരിക്കുന്നു? നീ വരുന്നതിന് മുമ്പ് ഈ ജോലിയൊക്കെ ഞാൻ ഒറ്റയ്ക്കാ ചെയ്തോണ്ടിരുന്നെ. ഇനിയിപ്പോ നീ വന്നല്ലോ, നീ ചെയ്താ മതി. അല്ല, ആരെങ്കിലും സഹായത്തിനില്ലാതെ എങ്ങനെയാ? എന്തിന്? ഇത് വീട്ടിലെ പെൺപിള്ളേര് ചെയ്യുന്ന കാര്യങ്ങളാ. അതിന് പഞ്ചരത്നത്തിലെ അലക്കും കുളിയൊന്നും ഉണ്ടായിരുന്നു കാണൂല അല്ലേ? പിന്നെ ഒരാളെ ജോലിക്ക് വെക്കാന്ന് വെച്ചാ ശമ്പളവും കൊടുക്കണം. അതിനുള്ള വകയൊന്നും നീ വന്നപ്പോ കൊണ്ടുവന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇവിടത്തെ ചെലവിനുള്ള കാശ് നീ പണിയെടുത്ത് മുതലാക്കിയേ പറ്റൂ, കേട്ടോ? അഖിലേ, ഞാൻ രാവിലെ പറഞ്ഞതല്ലേ മുൻവശത്തെ ഹോള് കഴുകി തുടയ്ക്കണമെന്ന്. നീ ഇത് ഇതുവരെ ചെയ്തില്ലല്ലേ? ഇത് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളപ്പോ ചെയ്യാനൊന്നും അല്ല ഞാൻ ഓരോ ജോലി ഏൽപ്പിക്കുന്നത്. പുറത്തുനിന്ന് ആരെങ്കിലും വന്നാ എന്ത് വിചാരിക്കും? അത്രയ്ക്ക് അഴുക്കുണ്ട് അവിടെ. ദേ, അത് ചെയ്തിട്ട് മതി ബാക്കി എന്തും. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ആന്റി? കട്ടനൊക്കെ കഴുകാനിട്ടിരിക്കുക. നിലം തുടച്ചോണ്ടിരുന്ന അതൊക്കെ ആര് ചെയ്യും? കർട്ടൻ കഴുകുന്നതല്ലല്ലോ ഇപ്പൊ അത്യാവശ്യം. അത് തന്നെ അത്യാവശ്യം. കർട്ടൻ കഴുകിട്ട് മതി ബാക്കി എന്ത് ജോലി. ദേ, ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതേ ഞാനാ. ഡേ, നീ പോയി നിലം തുടയ്ക്ക് പോ. നിലം തുടയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നീ അത് കഴിഞ്ഞ് കർട്ടൻ കഴുകിയേ പറ്റൂ. ചെല്ല് ചെല്ല്, പെട്ടെന്നില്ല പോ. ആന്റി, പണിയെടുത്തവളുടെ നട്ടല് വെള്ളവും. വെറും കൈയോടെ കയറി വന്നതല്ലേ, അനുഭവിക്കട്ടെ. സഹദേവേട്ടനാന്ന് തോന്നുന്നു. അങ്ങേർക്കാണെങ്കിൽ ആവശ്യമില്ലാത്തൊരു സെന്റിമെന്റ്സ് ഉണ്ട് അവളോട്. അത് സമ്മതിക്കരുത്. ഞാൻ പോയി നോക്കട്ടെ. ആഹാ, അംബിക എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങിയോ? ഞാൻ കരുതി റെസ്റ്റിലാണെന്ന്. സത്യം പറയാലോ അംബികെ, ആക്സിഡന്റ് പറ്റിയെന്നും തല പൊട്ടിയെന്നും ഒക്കെ കേട്ടപ്പോ ഓടി വരണോന്ന് കരുതിയതാ. തിരക്കായി പോയി. അല്ല, ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. സൂക്ഷിക്കണം. ഈ പ്രായത്തില് മുറിവൊക്കെ ഉണ്ടായാലേ പഴുക്കും. അല്ല, ബാക്കിയുള്ളവരൊക്കെ എവിടെ? ദിവ്യപ്രഭയില്ലേ? അവളെ കാണാൻ വന്നതോ എന്നെ കാണാൻ വന്നതോ? സത്യം പറയാലോ, നിങ്ങൾ രണ്ടുപേരെയും കാണാൻ വന്നതല്ല, ഞാൻ അഖിലെ കാണാൻ വന്നതാ. ആരെ അറിയിക്കാതെ കല്യാണം കഴിച്ചു വന്നതാണെങ്കിലും സ്ഥാനം കൊണ്ട് ഞാൻ അവൾക്ക് അമ്മയല്ലേ. പുതുപ്പെണ്ണിനെയും ഒന്ന് കാണാൻ പറ്റുമല്ലോ. അഖില എവിടെ? അവളെന്തോ ജോലി തിരക്കില്ല. ഇപ്പൊ വിളിക്കാൻ പറ്റൂല. എന്തിനാ വിളിക്കുന്നത്? ഞാൻ അകത്തോട്ട് പോയി കാണില്ലേ? അത് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അംബികെ. മുറിവ് സൂക്ഷിക്കണം. തലയിലാ പറ്റിയിരിക്കുന്നത്. വല്ലതും ആയി പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ദിവ്യ ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ടാണോ അംബിക ഇങ്ങനെ ശ്രദ്ധിക്കാതെ വിട്ടിരിക്കുന്നേ? റെസ്റ്റ് എടുക്കേണ്ട സമയം ഇത്. കൊണ്ടുപോയി അകത്തെവിടെയെങ്കിലും കിടത്ത്. ഇതങ്ങോട്ട്. മോളെ, ഇതെന്താ ഇത്? നിന്നെ ഇവിടെ കല്യാണം കഴിച്ചോണ്ട് വന്നതല്ലേ, അല്ലാതെ തറ തുടയ്ക്കാനല്ലോ. എന്നോട് ഇതൊക്കെ തുടച്ചിടാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാലൊന്നും നീ അനുസരിക്കണ്ട. തറ തുടയ്ക്കണമെങ്കിൽ അംബിക ജോലിക്ക് ആളാ നിർത്തട്ടെ. ചെറുപ്പം മുതൽ നാട്ടുകാരുടെ എച്ചിൽ പാത്രങ്ങൾ എടുത്ത് ശീലിച്ചതല്ലേ, പിന്നെന്താ ഇവിടെ വന്ന് നിലം തുടച്ചാല്? അതെ, ഇവളിവിടെ പുതുപ്പെണ്ണ, അല്ലാതെ വേലക്കാരിയൊന്നുമല്ല. അത്രയ്ക്ക് സിമ്പതിയാണെങ്കിൽ അവള് പണിയെടുക്കണ്ട. പകരം കലാവധി തന്നെ എല്ലാം തൂത്തങ്ങ് വൃത്തിയാക്കിട്ടാ. മുനിസിപ്പാലിറ്റി കക്കൂസ് കഴുകാൻ പറഞ്ഞാൽ ചിലപ്പോ കലാവധി കഴുകിയെന്നിരിക്കും. ആ ഗതികേട് വന്നാലും നിന്റെ വീട്ടില് നിന്റെ ഉച്ചിഷ്ടം തുടക്കില്ല ഞാൻ. എന്റെ മോളെ കൊണ്ട് തുടപ്പിക്കാനും സമ്മതിക്കില്ല. അവിടെ വെക്കടി ബക്കറ്റും തുണിയും. വന്നല്ലോ. നാണം ഇല്ലല്ലോടാ നിനക്ക്, താലി കെട്ടിയ ഭാര്യയെ കൊണ്ട് തറ തുടപ്പിക്കാൻ.
അതോ നീയും കൂടി അറിഞ്ഞുകൊണ്ടാണോ ഇതൊക്കെ? എന്താ ഞാനൊന്നും അറിഞ്ഞില്ല. എന്താടി പ്രശ്നം? അല്ല, എന്നോട് ഇവിടേക്ക് തുടച്ച് വൃത്തിയാക്കാൻ അമ്മായി പറഞ്ഞു. ആരെങ്കിലും വീട്ടിൽ കയറി വരുമ്പോ വൃത്തിയാക്കി എടുക്കണ്ടേ? എന്തായാലും തറ തുടയ്ക്കാൻ വേണ്ടി ഒരാളെ ജോലിക്ക് വെക്കാനൊന്നും പറ്റില്ല. വീട്ടിലുള്ളവർ വേണം ഇതൊക്കെ ചെയ്യാൻ. ദിവ്യയും ഈ വീട്ടിലുള്ളതല്ലേ, നിനക്കും ചെയ്യാലോ. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.